അശ്റത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട 10 വിഭാഗം ആളുകൾ, അവരൊക്കെ അശ്രദ്ധ ബാധിച്ചവരാ. ഞാൻ ആ ഹദീസും കൂടി ഓതിയിട്ട് ഞാൻ അവസാനിപ്പിക്കും. ആളുകൾ കുറെ കിസ്സകളും ചരിത്രങ്ങളും, കിസ്സ എന്നാലും കേട്ടില്ലേ, ചരിത്രങ്ങളും കേൾക്കാൻ വന്നിരിക്കാനും കാര്യപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനാണ് പ്രധാനമായും അത് ഉപയോഗപ്പെടുത്തേണ്ടത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട 10 വിഭാഗം ആളുകൾ, അവരോട് അല്ലാഹു തആല കോപത്തിലാണ്, ദേഷ്യത്തിലാണ്. യസ്ഖത്തുല്ലാഹു അലൈഹിം യൗമൽ ഖിയാമ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. അല്ലാഹു അവരോട് കോപിക്കും. വയുമറു ബിഹിം ഇലന്നാർ, ആ 10 വിഭാഗം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടും. നമ്മൾ ഈ 10 എണ്ണത്തിൽ ഒരാളുമാകരുത്. നമ്മുടെ മക്കൾ അതിലുണ്ടാകരുത്, ഭാര്യമാരതിലുണ്ടാകരുത്, മാതാപിതാക്കൾ അതിലുണ്ടാകരുത്. ആ വണ്ണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹൗലാ, ഈ 10 വിഭാഗം ആളുകൾ ആരാണ് നബിയെ? തങ്ങൾ പറഞ്ഞു, അവ്വലുഹും, അവരിൽ ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? അശ്ശൈഖുസ്സാനി, വയസ്സനായിട്ടും വൃദ്ധനായിട്ടും ആള് വ്യഭിചാരിയാണ്. വേശ്യാവൃത്തി ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ആൾക്കില്ല. ഇഷ്ടം പോലെ അതിന് നമ്മുടെ സമാനിൽ സഹോദരങ്ങളെ സൗകര്യങ്ങൾ തുറന്നു തന്നിരിക്കുകയാണ്. ഒരു പ്രശ്നമല്ലല്ലോ. നേരത്തെ ഈ പെണ്ണുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നോ റിപ്പോർട്ട് ഉണ്ടായാൽ മതി, ഹലാലാന്നല്ലേ പറഞ്ഞു. കോടതി അങ്ങനല്ലേ വന്ന അനുവദനീയാണെന്നല്ലേ. വേറൊരാളെ ഭാര്യയായിട്ട് ആള് ബന്ധപ്പെടുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ആർക്കും ആർക്കും നല്ല സമ്മതമാണ്. നേരത്തെ ബന്ധമുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഏത് രൂപത്തിലാണ് നിന്നത്? മനസ്സമ്മതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കേസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഹലാലാക്കുന്ന പരിവേഷം ലോകത്ത് വന്നുപോയി. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഇങ്ങനെ തുറക്കുമ്പോൾ ആളുകൾ അതിലേക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര പ്രായമായിട്ടും ഒന്ന് ചിന്തിക്കാൻ വകുപ്പ് വെക്കാതെ നല്ല നിലക്ക് ഹലാലായ ഒരു ഭാര്യ അല്ലാഹു തആല കൊടുത്തിട്ടും പിന്നെയും സിനയുടെ പിന്നാലെ പോകുന്ന ശൈഖ് വൃദ്ധൻ, അവൻ നരകത്തിലാണ്, അല്ലാഹുവിന്റെ കോപത്തിനടിമയാണ്.